ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലാലോ. സ്വലാത്തും തസ്ലീമും വഅസ്കാത ഹയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബറിയതി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, നബി തങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നു, ഖിയാമത്ത് നാളില് ഖബറിൽ നിന്ന് പുറപ്പെടുന്ന 3 വിഭാഗത്തെ മലക്കുകൾ മുസാഫത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ആരാണ്? ശുഹദാക്കൾ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഓമാനൂർ ശുഹദാക്കളുടെ ആണ്ടിന്റെ ദിവസമാണ്. ഇന്ന് ഓമാനൂർ ശുഹദാക്കളുടെ ആണ്ടിന്റെ ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ഓമാനൂർ ശുഹദാക്കളുടെ 318ാമത്തെ ആണ്ടിന്റെ ദിവസമാണല്ലോ. കുഞ്ഞിപ്പോക്കർ റളിയല്ലാഹു തആല അൻഹു, ഷഹീദേ മില്ലത്ത് കുഞ്ഞാലി റളിയല്ലാഹു തആല അൻഹു, മുഹിയുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു, 3 ധീരവീര കേസരികള് ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടി, നാടിന്റെ അതാ സമത്വത്തിനും ഐക്യത്തിനും സ്നേഹത്തിനും സഹിഷ്ണുതക്കും വേണ്ടി അടർക്കളത്തിൽ അടരാടിയ മഹത്തുക്കള്, മഹാന്മാര്. ആ മഹാന്മാരുടെ ആണ്ടിന്റെ ദിവസമാണല്ലോ ഇന്ന്. മലപ്പുറത്തുകാരോട് ഓമാനൂർ ശുഹദാക്കളെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ പള്ളികളിലും, എല്ലാ മദ്രസകളിലും, എല്ലാ ദീനീ കേന്ദ്രങ്ങളിലും ആ മഹാത്മാക്കളുടെ ആണ്ടുകളും മൗലീദുകളും ഭക്ഷണ വിതരണങ്ങളും നടന്നിട്ടുണ്ട്. അല്ലാഹു ഒക്കെ കബൂലാക്കട്ടെ, അല്ലാഹു ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, രണ്ടാമത്തത് മൂന്നാമത്തത് ആരാണ്? വൽ ഖായിമൂന ശഹ്റു റമളാൻ. റമളാൻ മാസത്തിൽ നിസ്കരിച്ചവരാ. മൂന്നാമത്തത് ആരാണ്? മലക്കുകൾ അതാ ഹസ്തദാനം ചെയ്തിട്ട് ഖിയാമത്ത് നാളിൽ പുറപ്പെടുന്ന 3 ആളുകളെ. വസായിമൂന യൗമ അറഫ. അറഫ ദിവസം നോമ്പെടുത്തവരാ. ഉസ്താദേ, നാളെയാണല്ലോ അറഫ, മറ്റന്നാളാണല്ലോ നമുക്ക് ദുൽഹിജ്ജ് 9. ആയിക്കോട്ടെ, അതിന് പ്രശ്നമില്ല. നാളെ നോൽക്കുക, മറ്റന്നാൾ നോൽക്കുക. നാളെ വ്യാഴാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താണ്. നാളെ ദുൽഹിജ്ജ് 8 യൗമുത് തർവിയ എന്നാണ് നാളത്തെ ദിവസത്തിനെ സംബന്ധിച്ച് മഹാന്മാര് രേഖപ്പെടുത്തിയത്. ദുൽഹിജ്ജ് 8 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. മറ്റന്നാള് ദുൽഹിജ്ജ് 9 നമുക്ക് നോമ്പെടുക്കൽ സുന്നത്താണ്. എല്ലാം നമുക്ക് കിട്ടും, രണ്ടും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നും നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിലൊരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട, അതിൽ സംശയവും വേണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യൗമുൽ ഖമീസ് വ്യാഴാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്. യൗമുത് തർവിയ തർവിയത്തിന്റെ ദിവസമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ അറഫ ദിവസം നോമ്പ് നോൽക്കുന്നവനെ മലക്കുകൾ ഹസ്തദാനം ചെയ്യും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതാ ആയിഷ, മുത്തദാ സ്വർഗ്ഗത്തിൽ മുത്തുമാണിക്യവും ഗോമേദകവും സ്വർണവും വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയില്. അപ്പോൾ ആയിഷ ബീവി പറയാൻ, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമൻ? ഖാല ലിമൻ ഹാദാ? ഖാല ലിമൻ? ആർക്കാണ് നബിയേ ഇത്? ഈ സ്വർണവും ഗോമേദകവും വെള്ളിയും മാണിക്യവും പവിഴം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരവും ആർക്കുള്ളതാണ്? സുബ്ഹാനല്ലാഹ്. സാമ യൗമ അറഫ. അറഫ ദിവസം നോമ്പെടുത്തവർക്കുള്ളതാണ്. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വസിഅൽ കറമി. മുത്തിന്റെ ജാഹ് കൊണ്ട് ലക്ഷ്യങ്ങൾ നിറവേറ്റല്ല, ചെയ്ത പാപങ്ങളെല്ലാം മാപ്പാക്കണേ യാ അല്ലാഹ്. ആ നബി തങ്ങൾ പറഞ്ഞു ആരോട്? ആയിഷ
ബീവി റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീവി പറയുകയാണ്, നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, സിയാമി യൗമി അറഫ കസിയാമി അൽഫ യൗം. അറഫ ദിവസം വല്ലൊരുത്തൻ നോമ്പെടുത്താൽ 1000 ദിവസം നോമ്പെടുത്തവനെ പോലെയാണ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അറഫയുടെ പ്രത്യേകത, അറഫയുടെ സന്ദേശം. ആയിഷ ബീവിയോട് നബി അറഫ ദിവസം നോമ്പെടുക്കുന്നത് നന്മയുടെ 30 കവാടങ്ങൾ അല്ലാഹു തുറന്ന് അതാ കൊടുക്കുകയും തിന്മയുടെ 30 കവാടങ്ങൾ അല്ലാഹു അടച്ചു കളയുകയും സുബ്ഹാനല്ലാഹ് ചെയ്യുമെന്ന് ആയിഷ ബീവിയോട് നബി തങ്ങൾ ഉപദേശിക്കുകയാണ്. അതാ സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുകയാണ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും നോമ്പ് നോറ്റത് മുതൽ സുബ്ഹാനല്ലാഹ് നോമ്പ് തുറക്കുന്നത് വരെ, നോമ്പ് തുറക്കുന്നത് വരെ ലോകത്തുള്ള സർവ വസ്തുക്കളും അല്ലാഹു പടച്ച എല്ലാ മഖ്ലൂക്കുകളും എല്ലാ സൃഷ്ടിചരാചരങ്ങളും അതാ പറയുന്നു, അല്ലാഹുമ്മ റഹംഹു, ആ നോമ്പുകാരന് കരുണ ചെയ്യണേ അല്ലാ, കരുണ ചെയ്യണേ അല്ലാ എന്ന് പറയുമെന്ന് നബി തങ്ങൾ പറയുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വൽബാഖിയ, വരാനിരിക്കുന്ന ദോഷങ്ങളും പൊറുക്കപ്പെടും. മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, ഇതിന്റെ ഉദ്ദേശം ഒരു കൊല്ലം കൂടി ആയുസ് കിട്ടുമെന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആയുസ് വർദ്ധിപ്പിക്കാൻ, ആയുസ് വർദ്ധിക്കാൻ, ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ, കടം വീടാൻ, മക്കള് നന്നാവാൻ, റാഹത്തുണ്ടാകാൻ, രോഗം മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, ബുദ്ധിമുട്ടുകൾ അകലാൻ, എല്ലാറ്റിനും സുബ്ഹാനല്ലാഹ് അറഫ ദിവസം നോമ്പെടുത്തോ, പ്രാർത്ഥനയിൽ മുഴുകിക്കോ. നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ട്, അല്ലാഹുവിന്റെ പ്രതീക്ഷയുണ്ട്. അല്ലാഹു നമ്മളെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഈ പെരുന്നാളാണല്ലോ വരുന്നത്. 2 വാക്ക് പെരുന്നാളിനെ സംബന്ധിച്ച് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്.